വരാനിരിക്കുന്ന നിർണായകമായ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭയിലെ സംഖ്യാബലം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി ഭരണകക്ഷിയായ ബി.ജെ.പി. നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം. എന്തൊക്കെയാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുക? രാജ്യസഭയിലെ കക്ഷികളുടെ നിലവിലെ ശക്തി സമവാക്യം എങ്ങനെ വ്യത്യാസപ്പെടും? പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണ നിയമത്തിന്റെ നടപ്പാക്കൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഭരണഘടനാ ഭേദഗതികളും സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലെ കക്ഷികളുടെ നിലവിലെ ശക്തി സമവാക്യം ഇങ്ങനെ പ്രത്യേക പ്രാധാന്യം നേടുകയാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് ബി.ജെ.പിക്ക് ലഭിക്കാൻ പോകുന്ന അധിക പിന്തുണ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ജൂലൈ 24 നടക്കുന്ന 3 രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. വിജയിക്കുമെന്നാണ് നിലവിലെ രാഷ്ട്രീയ കണക്കുകൂട്ടൽ. തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന മുൻ രാജ്യസഭാംഗങ്ങൾ രാജിവെച്ചതിനെ തുടർന്നാണ് ഈ ഒഴിവുകൾ ഉണ്ടായത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും അംഗബലവും കണക്കിലെടുക്കുമ്പോൾ ഈ 3 സീറ്റുകളും ബി.ജെ.പിക്ക് സ്വന്തമാക്കാൻ വലിയ തടസ്സങ്ങളില്ല. ഈ 3 അംഗങ്ങൾ കൂടി രാജ്യസഭയിൽ എത്തുന്നതോടെ ബി.ജെ.പിയുടെ അംഗസംഖ്യ 117 ഉയരും. രാജ്യസഭയുടെ ചരിത്രത്തിൽ ബി.ജെ.പി. ഒറ്റകക്ഷിയായി നേടുന്ന ഏറ്റവും ഉയർന്ന അംഗബലമായിരിക്കും ഇത്. മാത്രമല്ല, എൻ.ഡി.എയുടെ ആകെ അംഗസംഖ്യ 152 വർദ്ധിക്കുകയും ചെയ്യും. അതിനാൽ സാധാരണ നിയമങ്ങൾ പാസാക്കുന്നതിനും വിവിധ ബില്ലുകൾ സഭയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഭരണസഖ്യത്തിന് കൂടുതൽ അനുകൂല സാഹചര്യമുണ്ടാകും. നിലവിലെ രാജ്യസഭയിൽ ആകെ അംഗങ്ങളുടെ ഒഴിവുകൾ പരിഗണിച്ചുള്ള യഥാർത്ഥ ഭൂരിപക്ഷ സംഖ്യ 123 ബി.ജെ.പി. ഒറ്റയ്ക്ക് ആ സംഖ്യയിലെത്താൻ ഇനി 6 അംഗങ്ങളുടെ കൂടി പിന്തുണ ആവശ്യമാണ്. രാജ്യസഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവസാനമായി കേവല ഭൂരിപക്ഷം ലഭിച്ചത് 1986 അന്ന് പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനായിരുന്നു സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ ആയിട്ടില്ല. എന്നാൽ ഭരണഘടനാ ഭേദഗതികളുടെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ സഭയിൽ സന്നിഹിതരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 ഭാഗത്തിന്റെ പിന്തുണ നിർബന്ധമാണ്. സഭയിലെ മുഴുവൻ അംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ 166 അംഗങ്ങളുടെ പിന്തുണയാണ് ആവശ്യമായി വരിക. നിലവിലെ സാഹചര്യത്തിൽ എൻ.ഡി.എക്ക് ഈ സംഖ്യ സ്വതന്ത്രമായി നേടാൻ കഴിയാത്തതിനാൽ മറ്റു പാർട്ടികളുടെ പിന്തുണയോ തന്ത്രപരമായ വിട്ടുനിൽപ്പോ നിർണായകമാകും. വരും മാസങ്ങളിൽ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം, വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ഭരണഘടനാ ഭേദഗതികൾ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് ആവശ്യമായ നിയമപരമായ മാറ്റങ്ങൾ എന്നിവ സർക്കാർ അവതരിപ്പിച്ചേക്കും എന്ന വിലയിരുത്തലുകളുമുണ്ട്. ഇവയെല്ലാം ഭരണഘടനാ ഭേദഗതി ആവശ്യമായ വിഷയങ്ങളായതിനാൽ രാജ്യസഭയിലെ അംഗബലം സർക്കാരിന് വലിയ വെല്ലുവിളിയും അതേസമയം അവസരവുമാണ്. ഇത്തരം നിർണായക നിയമനിർമ്മാണങ്ങളിൽ സർക്കാരിനെ പിന്തുണയ്ക്കാനോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനോ സാധ്യതയുള്ള ചില പ്രാദേശിക പാർട്ടികളിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 4 അംഗങ്ങളുള്ള വൈ.എസ്.ആർ. കോൺഗ്രസ് പാർട്ടി മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ പിന്തുണയ്ക്കും എന്ന വിലയിരുത്തലുണ്ട്. 8 അംഗങ്ങളുള്ള ഡി.എം.കെ ചില ബില്ലുകളിൽ പിന്തുണ നൽകുകയോ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്തേക്കാം എന്ന രാഷ്ട്രീയ ചർച്ചകളും സജീവമാണ്. 5 അംഗങ്ങളുള്ള ബിജു ജനതാദൾ വനിതാ സംവരണത്തിന് ദീർഘകാലമായി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളതിനാൽ ആ വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്വതന്ത്ര അംഗമായ പരിമൽ നത്യാനിയും എൻ.ഡി.എക്ക് അനുകൂലമായി നിലകൊള്ളുമെന്നാണ് സൂചന. എൻ.സി.പി. പ്രതിനിധീകരിക്കുന്ന ഏക അംഗവും വിഷയ അധിഷ്ഠിത പിന്തുണ നൽകാൻ സാധ്യതയുള്ളവരിൽ ഉൾപ്പെടുന്നു. ഇത്തരം പിന്തുണകളും വോട്ടെടുപ്പിൽ നിന്നുള്ള തന്ത്രപരമായ വിട്ടുനിൽപ്പുകളും സർക്കാരിന് ആവശ്യമായ 3 ഭൂരിപക്ഷം നേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിൽ ആവശ്യമായ 3/2 ഭൂരിപക്ഷത്തിന്റെ കണക്ക് മാറുന്നതിനാൽ ഭരണഘടനാ ഭേദഗതികൾ പാസാക്കുന്നത് താരതമ്യേന എളുപ്പമാകാനും സാധ്യതയുണ്ട്. ഭരണഘടനാ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ഇതിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന 12 അംഗങ്ങളും ഉൾപ്പെടും. ശേഷിക്കുന്ന അംഗങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാംഗങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഇലക്ടറൽ കോളേജുകളും ചേർന്നാണ് തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗബലത്തിൽ വരുന്ന മാറ്റങ്ങൾ രാജ്യസഭയിലെ രാഷ്ട്രീയ സമവാക്യത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നതിനാൽ ഓരോ ഉപതെരഞ്ഞെടുപ്പും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മൺസൂൺ സമ്മേളനം രാജ്യസഭയിലെ സംഖ്യാബലത്തിന്റെയും നിർണായക നിയമനിർമ്മാണങ്ങളുടെയും രാഷ്ട്രീയ പരീക്ഷണവേദിയായി മാറും.